ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. മലയാള സാഹിത്യത്തിൻ്റെ കുലപതിയായിട്ടുള്ള MT വാസുദേവൻ നായർക്ക് പ്രണാമർപ്പിച്ച് ഇന്നത്തെ ദീപസ്തംഭം തുടങ്ങുകയാണ്. കാറ്, കാരവൻ തുടങ്ങിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യണവർ ഇത് ഓണാക്കി അതിൽ കിടന്നുറങ്ങി വിശ്രമിക്കുന്നത് പതിവാണ്. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കണം. വടകര കരിമ്പനപ്പാലത്ത് റോഡരികിൽ നിർത്തിയിട്ട കാരവനിൽ 2 പേര് മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നിഗമനം. എന്നാൽ വണ്ടി നിർത്തി AC ഓണാക്കിയിട്ടാണ് ഇവർ ഉള്ളിൽ വിശ്രമിച്ചത്. AC പ്രവർത്തിപ്പിച്ച ജനറേറ്ററിൻ്റെ പുകയെന്നാണത്രേ കാർബൺ മോണോക്സൈഡ് കാരവൻ്റെ ഉള്ളിലേക്ക് കയറിയത്. വണ്ടി നിർത്തി കുറച്ചു നേരം കൊണ്ട് തന്നെ മരണം സംഭവിച്ചിരിക്കാമെന്നാണ് പറയണത്. അപ്പം ഇനി വിശ്രമിക്കണവർ വല്ല മാവിൻ്റെ ചോട്ടിലോ മരത്തിൻ്റെ ചോട്ടിലോ വിശ്രമിക്കുക. വാഹനത്തിൻ്റെ ഉള്ളിൽ AC ഒക്കെ ഓണാക്കി ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ഉറങ്ങിയാൽ മാത്രം പോരല്ലോ, ഉണർന്നെണീക്കും വേണ്ടേ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. അമേരിക്കയിൽ തോക്കുകൊണ്ട് നടക്കണ കുട്ടികൾ വികൃതികളൊക്കെ കാണിക്കാറുണ്ട്. എന്നാൽ കളി കാര്യാവലും കാണാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയുള്ള വിദ്വാന്മാർ തോക്കൊണ്ട് ആളെ കൊല്ലാറുമുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ ഡൽഹി സ്കൂളുകളിൽ ഈയിടെ ചില ബോംബ് ഭീഷണികളൊക്കെ ഉണ്ടായി. ഇതിന് കാരണക്കാർ കുട്ടികളാണെന്നാണത്രേ പോലീസ് കണ്ടെത്തിയത്. പരീക്ഷയ്ക്ക് പഠിക്കാത്തത് കാരണം സ്കൂളിൻ്റെ പ്രവർത്തനം നിർത്തിപ്പിക്കാനാണത്രേ മെയിലയച്ചത്. ചില സ്കൂളുകൾക്ക് വ്യാജ ബോംബ് ഭീഷണി കിട്ടിയെന്നുള്ള വാർത്തകൾ കണ്ടപ്പോഴാണത്രേ ഇങ്ങനെയുള്ള ആശയം കുട്ടികൾക്ക് കിട്ടിയത്. രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടാണ് പോലീസ് കുട്ടികളെ വിട്ടയച്ചത്. എന്നാൽ ഡൽഹിയിൽ ഈ മാസം 40-ലധികം സ്കൂളുകൾക്കാണത്രേ ഇമെയിലിൽ നിന്ന് വ്യാജ ബോംബ് ഭീഷണി കിട്ടിയത്. എന്നാൽ പരിശോധന നടത്തിയപ്പോൾ സ്കൂളുകളിൽ യാതൊന്നും സംശയിക്കാനുള്ളത് കണ്ടെത്തിയിട്ടുമില്ല. ഇക്കഴിഞ്ഞ മെയ് മാസം ഡൽഹിയിലെ 250-ലേറെ സ്കൂളുകൾക്കും ആസ്പത്രികൾക്കും ഇതേ രീതിയിലുള്ള ഭീഷണികൾ കിട്ടിയിരുന്നു അത്രേ. പണ്ടന്നെ ഇങ്ങനെയുള്ള വിദ്വാന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഫയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വീട് തീപിടിച്ചു എന്ന് പറയുക, പോലീസുകാരെ വ്യാജ സന്ദേശം കൊണ്ട് ബുദ്ധിമുട്ടിക്കുക ഇത്യാദി വിക്രസ് വിദ്വാന്മാർ നടത്തിയിരുന്നു. എന്നാൽ ചില മാതാപിതാക്കളെങ്കിലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് നുണ പറയണത് ഒരു ശീലാക്കാറുണ്ട്. പിരിവാര് വരുമ്പോൾ അച്ഛൻ വീട്ടിലില്ല എന്ന് പറയിക്കുക ഇത്യാദി കേൾക്കണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കണ കുട്ടികൾ ഇങ്ങനെ നുണ പറയാൻ തുടങ്ങണേൽ യാതൊരു അത്ഭുതമില്ല. കുട്ടികളുടെ മുമ്പിൽ മാതാപിതാക്കളാണ് കുട്ടികൾക്ക് മാതൃകയായിട്ട് വേണ്ടത്. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. കല്യാണ വീടുകളിലെ ആഡംബരത്തിനെയും ധൂർത്തിനെയും കുറിച്ചുള്ള നിരവധി വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ വടകര അടുത്ത് ഒരു കല്യാണ പന്തലിനെ തിരുമേനി പരിചയപ്പെടുത്തി തരാം. സാക്ഷാൽ ഗാന്ധിജിയുടെ സാന്നിധ്യമാണ് ഈ കല്യാണ വീടിനെ വേറിട്ട് നിർത്തിയത്. കല്യാണ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർ ആദ്യം കാണാൻ പോണത് ഗാന്ധിജിയുടെ ഫോട്ടോ പ്രദർശനം, പിന്നെ ഗാന്ധിജി എഴുതിയതും അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയതായിട്ടുള്ള പുസ്തക പ്രദർശനം, പന്തലിൽ ഗാന്ധിജിയെക്കുറിച്ചും സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനം. വടകര വള്ളിക്കാട് പുതുക്കുടിത്താഴക്കുനി മുസ്തഫയുടെ മകൻ്റെ വിവാഹമാണ് ഗാന്ധി സ്മൃതിയിൽ നിറഞ്ഞത്. ചേറോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായിട്ടുള്ള മുസ്തഫ ഗാന്ധിജിയെ നെഞ്ചോട് ചേർക്കണ വ്യക്തിയാണത്രേ. ഇദ്ദേഹത്തിൻ്റെ ആശയമായിരുന്നു അത്രേ ഇത്. കോഴിക്കോട് ഗാന്ധി ഗ്രാമത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണത്രേ വിവാഹപ്പന്തലിൽ ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചത്. 120ഓളം പുസ്തകങ്ങളാണത്രേ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. ഗാന്ധിജിയുടെ ജീവിതത്തിലെ
പല സന്ദർഭങ്ങൾ ഒപ്പിയെടുത്ത ചിത്രങ്ങളാണത്രേ പന്തലിൽ നിറഞ്ഞത്. LED സ്ക്രീൻ ഒരുക്കിയായിരുന്നു വീഡിയോ പ്രദർശനം. വിദേശത്ത് ജോലി ചെയ്യണ ഇദ്ദേഹം KSUവിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു അത്രേ. ഒരു കല്യാണത്തിന് 5000 കോടിയും 10000 കോടിയൊക്കെ ചെലവാക്കണ നാട്ടിൽ തന്നെയാണ് ഇങ്ങനെയുള്ള കല്യാണങ്ങളും നടക്കണത്. ആന വാ പൊളിക്കണത് കണ്ടിട്ട് അണ്ണാൻ പൊളിച്ചാൽ എന്താ കാര്യം? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ചെന്നൈയിൽ ഒരു അമ്പലത്തിൽ ഭണ്ഡാരത്തിൽ വീണത് ചില്ലറി നോട്ടൊന്നുമല്ല, ഒരു സാക്ഷാൽ ഐഫോൺ. എന്നാൽ അബദ്ധത്തിൽ ഹുണ്ടികയിൽ വീണ ഐഫോൺ യുവാവിന് തിരികെ നൽകാൻ വിസമ്മതിച്ചുത്രേ തിരുപ്പോരൂർ കന്ദസ്വാമി ക്ഷേത്രം അധികൃതര്. ഭണ്ഡാരത്തിൽ വീണതൊക്കെ ദൈവത്തിന് സ്വന്തമെന്നാണ് ന്യായീകരണം. വിവാദമായതോടുകൂടി ദേവസ്വം മന്ത്രി വിഷയത്തിൽ അങ്ങോട്ട് ഇടപെട്ടു. വിഷയം പരിശോധിച്ച് ഫോൺ തിരികെ കൊടുക്കുന്ന കാര്യം പരിഗണിക്കാമെന്നാണ് മന്ത്രി പറഞ്ഞത്. 1 മാസം മുമ്പ് കുടുംബസമേതം ക്ഷേത്രത്തിലെത്തിയതായിരുന്നു അത്രേ വിനായകപുരം സ്വദേശി ദിനേശ്. ഹുണ്ടികയിൽ വീണ ഫോൺ എടുക്കാനുള്ള ശ്രമം വിഫലമായപ്പോൾ ക്ഷേത്രത്തിലെ ജീവനക്കാരെ കൊണ്ട് ഫോൺ തിരിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിച്ചുത്രേ. ഹുണ്ടിക തുറക്കണ സമയത്ത് വന്നാൽ മതി എന്നാണ് അധികൃതർ അപ്പോൾ പറഞ്ഞത്. എന്നാൽ ഒരു വെള്ളിയാഴ്ച ഇത് തുറന്നപ്പോൾ ഇദ്ദേഹം ഫോൺ വാങ്ങാനെത്തിയപ്പോൾ ഇവർ സിം കാർഡാണത്രേ തിരിച്ചു കൊടുത്തത്. ഇരുമ്പ് വേലി കെട്ടി സംരക്ഷിച്ച ഹുണ്ടികയിൽ ഫോൺ എങ്ങനെ അബദ്ധത്തിൽ വീഴുന്നാണ് അധികൃതരുടെ ചോദ്യം. പണ്ട് തിരുമേനിയുടെ ഒരു ചാർച്ചക്കാരൻ ഒരു ATM കാർഡ് മെഷീനിൽ അങ്ങോട്ട് ഇട്ടു. മെഷീനിലിട്ട കാർഡ് തിരിച്ചു വന്നില്ല. ഇയാൾ ശിതേരം കാത്തു നിന്നു. ഒടുവിൽ ബാങ്കിൻ്റെ മാനേജറെ വിളിച്ച് അങ്ങോട്ട് പരാതി പറഞ്ഞു. പിറ്റേ ദിവസം ഇദ്ദേഹത്തിനോട് വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ ബാങ്കിൽ പോയ ഇദ്ദേഹത്തിനോട് ഒരു അക്കൗണ്ട് എടുത്താൽ മാത്രമേ ATM കാർഡ് തിരിച്ചു കിട്ടൂ എന്നാണത്രേ മാനേജർ പറഞ്ഞത്. ഒടുവിൽ വഴക്കും വക്കാണൊക്കെ ആയി. അവസാനം പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണത്രേ ബാങ്കുകാർ ഇദ്ദേഹത്തിന് ATM കാർഡ് തിരിച്ചു കൊടുത്തത്. ചില ആളുകളുടെ സ്വഭാവം കൈക്കോട്ടിൻ്റെ മാതിരിയാന്ന് പറയാറുണ്ട്. എല്ലാ സാധനങ്ങളും അവനവൻ്റെ കൈപ്പിടിയിൽ അങ്ങോട്ട് ഒതുക്കുക. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. നമ്മുടെ നാട്ടിൽ ശിബിശിക്കന്മാരുണ്ട്. തിരുമേനിയുടെ ഒരു ചാർച്ചക്കാരി സ്ത്രീയുടെ കാര്യമാണ് പറയാൻ പോണത്. അവരുടെ കുട്ടി 1ാം ക്ലാസ് പഠിക്കണു. അവർ കുട്ടിക്ക് ഷൂസ് വാങ്ങിക്കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു സൈസ് കൂടുതലാണ് വാങ്ങിക്കുക. കുട്ടി വലുതാവല്ലേതാണ് ന്യായം. ഈ വലിയ ഷൂസ് കാലിൻ്റെ മുകളിൽ നിന്ന് അഴിഞ്ഞു പോവാതിരിക്കാൻ അവരൊരു മാർഗവും കണ്ടെത്തിയിട്ടുണ്ട്. ഷൂസിൻ്റെ ഉള്ളിൽ കടലാസ്, തുണികൾ ഇത്യാദി തിരികെ അങ്ങോട്ട് വയ്ക്കും. അപ്പോൾ ഷൂസൊട്ട് അഴിഞ്ഞു പോവില്ല. അടുത്ത കൊല്ലവും ഉപയോഗിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഇവരുടെ കുട്ടിക്ക് കാലിൻ്റെ നഖത്തിൻ്റെ ഇടയിൽ ചൊറിച്ചിൽ വന്നപ്പോഴാണത്രേ കാര്യം പുറത്തായത്. ആസ്പത്രിയിലെത്തിയപ്പോൾ ഡോക്ടർ ഷൂസ് അങ്ങോട്ട് പരിശോധിച്ചു. അപ്പോഴല്ലേ കള്ളി വെളിച്ചത്തായത്. ഷൂസിൻ്റെ ഉള്ളിൽ ശിവഴയൊരു തുണി. ഈ തുണി കാരണമാണത്രേ കുട്ടിക്ക് ചൊറിച്ചിലുണ്ടായത്. തേക്കാത്ത എണ്ണ ധാര എന്ന് പറഞ്ഞ മാതിരിയായി കാര്യം. അതുകൊണ്ട് അമ്മമാർ ഇങ്ങനെയുള്ള സാഹസങ്ങൾക്കൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. കുറച്ച് മുമ്പ് നടന്ന ഒരു കാര്യമാണേ. നോം ഒരു വഴിക്ക് പോവായിരുന്നേ. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ എന്താ കഥ? ബസ് അങ്ങോട്ട് പോയി. ഇനി അടുത്ത വിഡ്ഢി വരാൻ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ 2 പാട്ടിൻ്റെ സമയം വേണമെന്നർത്ഥം. ഇനി എന്താ ഒരു വഴി? ഇതാ ഒരു ബേക്കറി അവിടെ കാണുന്നുണ്ട്. നല്ല കായ വറുത്തത് ചില്ല് ഭരണിയിൽ ഇങ്ങനെ ഇരിക്കണു. കൊതി അടക്കാൻ പറ്റണില്ല. കുറച്ചങ്ങോട്ട് വാങ്ങി തിന്നെ.
ചോദിച്ചളേ, എന്താ ഹേ ചിപ്സ് വില? കിലോ 100 റുപ്യാന്ന് ബേക്കറിയിലെ വിദ്വാൻ. ഇപ്പോഴത്തെ കാലല്ല ഹേ, 3-4 കൊല്ലം മുമ്പുള്ള കാര്യാ. ബസ് വരാൻ 10 മിനിറ്റ് ഉണ്ടേ. കുറച്ച് ചിപ്സ് ഇങ്ങോട്ട് തരാന്ന് നോ. കുറച്ചെന്ന് പറഞ്ഞാ എത്രയാന്ന് ബേക്കറിയിലെ വിദ്വാൻ. താൻ ഇത്തിരി ഇങ്ങോട്ട് തരാ ഹേ. ഹേയ്, അത് പറ്റില്ല, 100 ഗ്രാം അങ്ങോട്ട് എടുക്കാം. എടോ, ഈ 100 ഗ്രാം ചാൽ എത്രയാ? 100 ഗ്രാം ചാൽ 100 ഗ്രാം, 1 കിലോയുടെ 10-1 എന്റെ ശിവനെ, അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, അയാൾക്കൊരു ബേക്കറിയും കൊടുക്കുക. എടോ, എനിക്ക് 100 ഗ്രാം ഒന്നും വേണ്ടടോ, എന്നാൽ 50 ഗ്രാം തരാം. തന്നെ കൊണ്ട് വിഷമായില്ലോ. എടോ, ഈ 50 ഗ്രാം എന്ന് പറഞ്ഞ ശിണ്ടേ, അതിന്റെ പകുതി മതി. എന്താ 25 ഗ്രാമോ? തിരുമേനി, ഇതേ പച്ചമരുന്ന് തൂക്കണ പീടിയല്ല, ബേക്കറിയാ. ഇവിടെ 25 ഗ്രാമിന്റെ തൂക്കക്കട്ടിയൊന്നുമില്ല. വിഷമായല്ലോ. എന്നാൽ താനൊരു 5 റുപ്യക്ക് തരാഹേ. അതൊന്നും പറ്റില്ലാന്ന് വിദ്വാൻ. എന്നാ വേണ്ട. അല്ല പിന്നെ, അവന്റെ ഒരു ബേക്കറിയും ചിപ്സും. ഒരു വിദ്വാൻ ഇതൊക്കെ കേട്ടിങ്ങനെ നിൽക്കണു. അയാള് നമ്മോട് ചോദിച്ചു, എന്താ തിരുമേനി ചിപ്സ് വാങ്ങിയില്ലേന്ന്. അയാള് തരണില്ലേ? അതെന്താ തരാത്ത? തിരുമേനി ചോദിച്ചില്ലേന്ന് വിദ്വാൻ. അയാളുടെ 25 ഗ്രാമിന്റെ കട്ടി ഇല്ലാത്രേ. അതെന്താ 25 ഗ്രാമിന്റെ കട്ടി കൊണ്ടയ്ക്കാത്തതെന്ന് തിരുമേനി ചോദിക്കണ്ടായോ? ഇത് നല്ല കഥ. ചോദിച്ചു. അപ്പൊ അയാള് പറയാ, ഇത് പച്ചമരുന്ന് വിൽക്കണ കടയല്ലാന്ന്. അപ്പൊ തിരുമേനി ചിപ്സ് വാങ്ങേണ്ട പോവാ. അയാളുടെ കട, അയാളുടെ ചിപ്സ്. എങ്ങനെയാ ഹേ പാത്രം തുറന്നെടുത്ത് തിന്നാ? അത് തിരുമേനി പറഞ്ഞത് ശരിയാ. തിരുമേനി ഒന്ന് നിൽക്കണേ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. നോ മന്താളിച്ചു. ഇയാൾ എന്തിനുള്ള പുറപ്പാടാ? ആ വിദ്വാൻ ബേക്കറിയിലേക്ക് അങ്ങോട്ട് പോയി. ഒരു ചോദ്യം, 25 ഗ്രാം ചിപ്സ്. ഇതെന്താ കുറെ പിച്ചക്കാരൊക്കെ 25 ഗ്രാം ചിപ്സും കൊണ്ട് ഇറങ്ങി കിടക്കണൂന്ന് വിദ്വാൻ. നേരത്തെ ഒരുത്തനെ ഓടിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കുന്നുണ്ടോ? 25 ഗ്രാം ചിപ്സ് എന്നാ ഞാൻ പറഞ്ഞത്. ഇതാ പൈസ. എടോ, 25 ഗ്രാമിന്റെ കട്ടി ഇവിടെ ഇല്ല. വേണമെങ്കിൽ 50 ഗ്രാം ഇങ്ങോട്ട് തരാം. വെറും 5 റുപ്യേ ഉള്ളൂ. അത് ശരി, എനിക്ക് എത്ര ഗ്രാം ചിപ്സ് വേണമെന്ന് തീരുമാനിക്കേണ്ടത് താനാ? അല്ല, താനെന്താ പറഞ്ഞത്? 25 ഗ്രാമിന്റെ തൂക്കക്കെട്ടി ഇല്ലാന്നോ? എന്നാൽ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാ. ഹേയ്, ഇതെന്താ ഇയാള് ഭാവം? ഇന്ന് വിദ്വാൻ പറയാടോ, താൻ ഇങ്ങോട്ട് പുറത്തേക്ക് വരാ. ഇനിതാ ആ ഷട്ടർ ഇങ്ങോട്ട് താഴത്തേക്ക് ഇടുക. നിങ്ങളെന്താ ചെയ്യാൻ പോണെന്ന് വിദ്വാൻ മനസ്സിലായില്ലേ? നിങ്ങളുടെ ബേക്കറി ദാ ഈ പൂട്ട് കൊണ്ട് ഞാൻ അങ്ങോട്ട് പൂട്ടി. ഞാനേ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാ. കച്ചവടം ചെയ്യണമെങ്കിൽ എല്ലാ കട്ടികളും നിർബന്ധാഹേ. ഇനി താൻ 25 ഗ്രാമിന്റെ കട്ടി വാങ്ങി നാളെ എന്റെ ഓഫീസിൽ വന്ന് സീല് ചെയ്യിക്കുക. എന്നിട്ടാവാ വീട് തുറക്കലേ. റോഡാന്നൊന്നും നോം നോക്കിയില്ല, അങ്ങോട്ട് കൈയടിച്ചു. ശിവ ശിവ, ഭേഷ എടുക്കണു. ലീഗൽ മെട്രോളജിയിലെ വിദ്വാൻ ഒന്നും മിണ്ടാതെ കാറിൽ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും തിരുമേനിയുടെ ബസ്സും വന്നു. ചിപ്സ് കിട്ടിയില്ലെങ്കിൽ എന്താഹേ, ബേക്കറിക്കാരന്റെ നവരസഭാവങ്ങളുള്ള മോന്ത കണ്ടുല്ലോ. ബസ് കയറിയപ്പോഴാ ആലോചിച്ചത്, പീടിക പൂട്ടിച്ച ആളുടെ പേരൊന്ന് ചോദിക്കാറുന്നു. അല്ലെങ്കിൽ കടിക്കണ പട്ടിക്ക് എന്തിനാഹേ തല? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ലോസ് ആഞ്ചലസില് ഹോംവർക്ക് ചെയ്യാൻ സഹായം തേടിയ ഒരു വിദ്യാർത്ഥിക്ക് AI ചാറ്റ് ബോട്ടിന്റെ ശകാരം നിറഞ്ഞ ഒരു മറുപടിയാണത്രേ കിട്ടിയത്. എന്നാൽ നീ സമയം പാഴാക്കണ ഒരുത്തനാണ് സമൂഹത്തിനും ഭൂമിക്കും ഭാരം, പ്രപഞ്ചത്തിന് കളങ്കം, പോയി അങ്ങോട്ട് ചത്തോളുക. ഇതാണത്രേ AI ചാറ്റ് ബോട്ടായിട്ടുള്ള ജെമിനി കുട്ടിയോട് പറഞ്ഞത്. US മിഷിഗണിലുള്ള കോളേജ് വിദ്യാർത്ഥി വിധയ് റെഡ്ഡിയാണത്രേ ചാറ്റ് ബോട്ടിന്റെ മറുപടി കേട്ട് പരിഭ്രാന്തനായത്. എന്നാൽ സംഭവം കേട്ട ഗൂഗിള് ജെമിനിയുടെ ഉത്തരം നോൺസെൻസ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഗൂഗിളിന്റെ നയങ്ങൾക്ക് വിരുദ്ധാണ് ജെമിനിയുടെ പ്രതികരണം. മര്യാദയില്ലാത്ത ഉത്തരങ്ങൾ നൽകാതിരിക്കാൻ സുരക്ഷാ ഫിൽട്ടറുള്ള ചാറ്റ് ബോട്ടാണ് ജെമിനി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ നടപടിയെടുക്കുമെന്നാണ് ഗൂഗിൾ പറയണത്. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം.